ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് എ ന്യൂ വീഡിയോ മാൻ. അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ കണ്ണൂരിൽ നിന്ന് വരുന്ന വഴിയാണ്. അതാണ് റൈഡിംഗ് ഒക്കെ ഇട്ടിട്ട് ഉള്ളിൽ ഞാൻ ഉണ്ട് കേട്ടോ. ബൂട്ട് വിട്ടിട്ട് മനസ്സിലാവുന്നില്ല ഒരു വിഷയമല്ല വിട്ടേക്ക്. അപ്പോ ഇപ്പോഴത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് ഒരു അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ. അങ്ങോട്ടാണ് പോകാൻ വേണ്ടി പോകുന്നത് കണ്ടത്. ഞാൻ ബൈക്കിന്റെ ടോപ്പ് സൈഡിൽ നിന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അത്യാവശ്യം നല്ല വ്യൂ തന്നെ നമുക്ക് മേലെ പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ നമുക്ക് പോയൊക്കെ മേലെ എന്താവും എന്തൊക്കെയാണല്ലോ ഒന്ന് പോയി നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഹെൽമെറ്റ് ഊരിയിട്ടുണ്ട്. വിഷയം വേറെ ഒന്നുമില്ല. നമുക്ക് ഗോപ്രോ ഒന്ന് ഇവിടെ മൗണ്ടിൽ സെറ്റ് ചെയ്യണം. അപ്പൊ സെറ്റ് ചെയ്തിട്ട് ആദ്യത്തെ വിശ്വസിക്കാൻ നിങ്ങൾ കാണാൻ വേണ്ടി പോവാം. മൊത്തം ഇടൂല, നമുക്ക് വയനാട് വയ്യെ പോകണം. അപ്പൊ മാക്സിമം എല്ലാവരും എന്ത് ചെയ്തോളാം, ഞാനിതിൽ ആഡ് ചെയ്തോളാം. എന്തായാലും കാണാം എന്തൊക്കെയാണെന്നുള്ളത് കണ്ടിട്ട് എനിക്കൊരു എക്സൈറ്റ്മെന്റ്. അങ്ങനെ താണ്ടെ നമ്മൾ ബൈക്ക് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞ് ഉടനെ താണ്ടെ ഇവിടെ അയും പെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് ചാറ്റൽ മഴയേ ഉള്ളൂ. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, റെയിൻ കോട്ട് എടുത്തിട്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ നോർമലി 100 രൂപയ്ക്കൊക്കെ കിട്ടൂലേ, ആ ഒരു കോട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്ത് ഷോപ്പിലെടുത്ത് സൈഡാക്കി തന്നെ സാധനം ഇടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സാധനം എടുക്കാം. ബാക്കിൽ കുറച്ച് ലഗേജ് ഉണ്ടായിരുന്നു, അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ഇട്ട് വെച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ നമുക്ക് എടുത്തിട്ട് കൂട്ടിട്ടൊരു റൈഡ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ റൈഡ് വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം മഴ ഇങ്ങനെ ചെറിയ രീതിക്ക് കൊള്ളിട്ടുന്നുണ്ട്, രീതിക്കൊന്നുമില്ല എന്നാലും നനയാൻ ഭാഗത്തുള്ള മഴ ഉണ്ട്. അപ്പം ഇങ്ങനെ പോയി നോക്കുക എന്തൊക്കെ ആയിക്കാരം ചുരത്തിൻ്റെ മേലെ കാഴ്ചകൾ. ഇങ്ങനെ മഴ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം കോട ഇറങ്ങുന്നതിൽ കാര്യത്തിൽ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. പോലീസുകാരൊക്കെ പോകുന്നുണ്ട്. പിന്നെ സ്കൂൾ ടൈമാണ്, കുറച്ച് കെയർഫുള്ളായിട്ട് തന്നെ പോകണം. പിന്നെ റോഡും പരിചയമില്ല, അത് വേറൊരു കാര്യമാണ്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ നോക്കാം. കാര്യം നൈറ്റായി കഴിഞ്ഞാൽ ഒരു തേങ്ങയും കാണാൻ പോകുന്നില്ല. നമുക്ക് പെട്ടെന്ന് വീട്ടിലെത്തുകയും വേണം. അതാണ് മെയിൻ ഉദ്ദേശം എന്ന് പറയണത് കേട്ടോ, വേറെ ഒന്നല്ല. അതായത് 6 മണിക്ക് മുമ്പ് വീട്ടിലെത്തുക ആ ഒരു സ്കീമല്ല കേട്ടോ. നമ്മൾ ആക്ച്വലി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ വീട്ടിലെത്തണം. പക്ഷെ വീട്ടിലെത്തണം, കിടന്നുറങ്ങാണെങ്കിൽ വീട്ടിലെത്തണം. ആ സൈഡിലുണ്ട് നല്ല അടിപൊളി ഒരു പുഴയൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ. കുറേ കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. എന്ത് കണ്ടിട്ടാണോ നോക്കണത്? ഇടവ് ഞാനൊരു നോർമൽ റൈഡറാണോ എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വലിയ രീതിയിൽ എക്സ്പെക്റ്റേഷൻസ് ഒന്നും വേണമെന്നില്ല. അപ്പോൾ ഇതിന് സൈഡിൽ നല്ലൊരു പുഴ ഒഴുകുന്നുണ്ട് കേട്ടോ. അതാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കുത്തി ഒലിച്ച് ഒഴുകുന്നുണ്ട്. നല്ല രീതിക്ക് ഒഴുക്കുണ്ടാവും. അത് മേലെ നിന്ന് കാണുമ്പോൾ ചിലപ്പോൾ വലിയ രീതിക്ക് ഒഴുക്കുണ്ടാവില്ല. പ്ലെയിനായിട്ട് കിടക്കുന്ന ഗ്രൗണ്ട് പോലെ പ്ലെയിനായിട്ട് കിടക്കുന്ന പുഴയൊക്കെ ഉണ്ടായിട്ട് എടുത്ത് കാല് വെക്കുന്ന മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ മക്കളെ. കാരണം അടിയിൽ നല്ല ശക്തമായിട്ടുള്ള ഒഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ മാക്സിമം വെള്ളത്തിലൊക്കെ ഇറങ്ങി ഈ ഒരു സീസണിൽ കളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കെയർഫുള്ളായിട്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങുക. കാര്യം സേഫ്റ്റി മുഖ്യമാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെന്നേക്കുമായിട്ട് ഈ ലോകത്തിന് പോകേണ്ടി വരും മേ ബി. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ വെള്ളത്തിലേ തൊടാത്ത രീതിക്കുള്ളൊരു അനുഭവമാക്കിയിട്ട് അത് വരാനും ചാൻസ് കൂടുതലാണ്. നമുക്ക് ചുരത്ത് എന്തെല്ലാം ഒരു ഐഡിയ ഇല്ല. മാപ്പ് ഇട്ടിട്ടാണ് ഈ പോകുന്നത്. മഴ ആയതുകൊണ്ട് തന്നെ ഫോണ് കവറിൽ പൊയിഞ്ഞിച്ചിട്ടത് പോകുന്നില്ല. ഏതായാലും ഇങ്ങനെ പോയി നോക്കുമ്പോൾ ഇങ്ങനെ പോയി നോക്കുന്നതാണ്. അപ്പോൾ ഏതായാലും ഗോപ്രോ വിഷ്വൽസൊക്കെ കുഴപ്പമില്ലാത്ത വിഷ്വൽസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറെ നിവൃത്തിയില്ലല്ലോ വിശ്വസിക്കല്ലാതെ. ക്ലാരിറ്റി കുറച്ച് കമ്മിയുണ്ട് കേട്ടോ നമ്മുടെ ഗോപ്രോ എന്ന് പറയണത്. അത് വിഷയമല്ല, എന്നാലും പോയത് നമ്മൾക്കിപ്പോൾ ഈ ഒരു ഇതെന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലൊരു കയറ്റാണ്. അത്യാവശ്യം നല്ല രീതിക്കുന്ന സ്ലോപ്പിൽ കയറ്റാണ്. ഇപ്പോൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കയറും ഇറങ്ങും കയറും ഇറങ്ങും, അതുതന്നെയാണ്. പിന്നെ എല്ലാവർക്കും മനസ്സിലാവാത്തൊരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ സൈക്കിൾ ചവിട്ടുന്നവർക്കാണ്. ഞാനത് സൈക്കിൾ റൈഡറും കൂടിയാണ്. സൈക്കിളൊക്കെ നല്ല രീതിക്ക് റൈഡ് ചെയ്യുന്നവരാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സ്കീമിൽ ഇതുണ്ടാവുക, വിശ്വാസം ഉണ്ടാവുക. അതായത് ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരിറക്കം എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ ഒരു ഇൻ കേസ് ഒരു ചെറിയ കയറ്റാണെങ്കിൽ കൂടി അത് കഴിഞ്ഞാൽ ഒരിറക്കം ഉണ്ടാവും. അത് നോക്കിയാൽ മതി. അത് ആക്ച്വലി സത്യമാണ്. എന്നാൽ എല്ലാ കേസിലും ഞാൻ പറയണില്ല, സം കേസസിൽ അത് നല്ല എന്താ പറയുക സത്യമുള്ളൊരു കാര്യമുണ്ടോ ഈ കാണുന്നതെന്ന് പറയുമ്പോൾ. അല്ല, ഈ കാണുന്നതല്ല, സോറി, ഈ പറഞ്ഞതെന്ന് പറയുമ്പോൾ. അപ്പോൾ റൈഡ് ഏതായാലും ഇങ്ങനെ പോട്ടെ, നിങ്ങളിങ്ങനെ ഓരോന്ന് കണ്ടോളൂ. ഞാൻ ആവശ്യം നേരത്തെ മാത്രം വായിട്ട് അലിച്ചുകൊണ്ട്.
അങ്ങനെ സാധാ കയറ്റങ്ങളൊക്കെ കുറേ കയറിയതിന് ശേഷം നമ്മൾ ചുരം ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് എൻ്റെ തോന്നുന്നത്. കാര്യം റോഡിൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ഹെയർ പിന്നിൻ്റെ ബോർഡൊക്കെ കിടക്കുന്നുണ്ട്. അത് അത്യാവശ്യം വലിയ ചുരമൊന്നുമില്ല, ഒരു ചെറിയ ചുരമാണ്. പക്ഷെ നല്ല കുത്തനെയുള്ള കയറ്റാണ്. നല്ല കെയർഫുള്ളായിട്ട് വേണം ഇവിടുന്നൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ. ആക്ച്വലി 2 ചുരമുണ്ട്. കണ്ണൂർ റൂട്ട് നിന്ന് വയനാട് പോകുമ്പോൾ 2 ചുരമുണ്ട്. ഇതിൽ ഏത് ചുരമാണിത് എനിക്ക് വലിയ ഐഡിയ, കാര്യം നമുക്ക് ആ സൈഡ് വലിയ പരിചയമില്ല. അതവിടെ നിന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞു, പക്ഷെ മറന്നു പോയതാണ്. എന്ത് ചെയ്യാനാ, അത്രത്തുള്ള ഓർമ്മ. ഏതായാലും ഇങ്ങനെ കയറി ഞാൻ ഗ്ലാസ് മറ്റു വെള്ളം തുടച്ചിടാനുണ്ട്, ആ കാണുന്നതൊക്കെ. എന്നാലും വെള്ളം ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അടിയിൽ നല്ല രീതിക്ക് മഴ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പോട്ടിട്ട് ഇപ്പം മേലെ കയറി വയ്ക്കുമ്പോൾ മഴയില്ല. എന്തായാലും ഇങ്ങനെ പോയേക്കാം. പക്ഷെ ഇവിടെ കണ്ടിട്ട് എന്ത് ചെയ്തിങ്ങനെ ഒന്ന് പെയ്ത് പോയ ഒരു ഫീല് കിട്ടുന്നുണ്ട്. കാര്യം റോഡിൻ്റെ സൈഡിലൂടെ കണ്ടില്ലേ വെള്ളം ഒലിച്ച് പോണേ. പെയ്ത് പോയതേ കയറാം മിക്കവാറും മേലേക്ക് കയറിയപ്പോൾ. അതെല്ലാം തന്നെ പെയ്യേണ്ടതാണ്. എന്തായാലും വലിയ കുഴപ്പമില്ല, തണുപ്പോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. കാര്യം കുറേ നേരമായിട്ട് മഴ ഉള്ളത് തന്നെയല്ലേ, അതുകൊണ്ട് തണുപ്പോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ആ ഒരു വ്യൂ ഉണ്ടല്ലോ, ആ സൈഡിലൊക്കെ ഇങ്ങനെ മഞ്ഞ് കയറിക്കുന്ന ഒരു ഫീലിങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് നോക്കുമ്പോൾ, അടിയിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നല്ല കോടുണ്ടാവും. പക്ഷെ മേലോട്ട് കയറി അവിടെ ഇവിടെ ലേശേഷം ഉണ്ടാവുള്ളൂ, അതേപോലെ ഉണ്ടാവുള്ളൂ. അത് വയനാട് ചുരത്തുമെന്നൊക്കെ ഏകദേശം എനിക്ക് അങ്ങനത്തെ കിട്ടിയിട്ടുള്ളൂ. അതിൽ പൂർണ്ണമായിട്ട് കിട്ടിയത് എന്ന് പറയുമ്പോൾ അട്ടപ്പാടിയിൽ നിന്നും പിന്നെ നമ്മുടെ നാടുകാണിൽ നിന്നും പിന്നെ ഊട്ടി കല്ലടി ചുരത്തുമെന്നും ഇത്തരം സ്ഥലത്തു നിന്നാണ് എനിക്ക് പൂർണ്ണമായിട്ട് കിട്ടിയത്. ഊട്ടി കല്ലടി ചുരത്തുമെന്ന് കിട്ടിയെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. പിന്നെ എന്താ പറയുക, എയർപിൻ ഓരോന്ന് കഴിഞ്ഞ് പോകുന്നുണ്ട്. പിന്നെ ഓരോ കൊടുമ്പളവിലുണ്ട് കേട്ടോ ചായക്കടകൾ. ചായക്ക് വേണ്ടിയവർക്ക് എന്ത് ചെയ്യുക, ഈ റൂട്ട് വരുമ്പോൾ അടിപൊളിയായിട്ട് കുളിക്കുക. തണുപ്പുണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മേലോട്ട് കയറി പോയിക്കൊണ്ട് നിൽക്കുകയാണ്. മുമ്പിൽ ഏതെങ്കിലും കുറച്ച് വണ്ടിയുണ്ട്, നമുക്ക് ബൈക്കായതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കണ കൂടി ഉണ്ടായിട്ട് പതുക്കെ കയറി പോവുക. ഞാനിപ്പോൾ ഈ കൈ കൊണ്ട് ആക്ച്വലി പറയുന്നതൊക്കെ പറയുമ്പോൾ ചുരം ഫുള്ള് സ്ലോപ്പാണ്, അത്യാവശ്യം നല്ല ഡീപ്പായുള്ള ഏരിയയാണ് അടിയിലൊക്കെ എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും എന്ത് ചെയ്തോളൂ, നിങ്ങൾ കുറച്ചുകൂടി വീഡിയോ ഇങ്ങനെ കണ്ടോളൂ പെട്ടെന്ന്. കാര്യം ഇതിനൊക്കെ ഇവിടെ പറയാൻ നിന്നാൽ വോയിസ് കൊടുക്കാൻ നിന്നാൽ അത് നല്ല രീതിക്ക് ബോറ് പരിപാടിയാവും. അപ്പം മേലെ പോയിട്ട് എവിടെയെങ്കിലും ഒന്ന് വണ്ടി സൈഡാക്കണം എന്നുണ്ട് എനിക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ എന്തായാലും ഒന്ന് കാണാമല്ലോ. പിന്നെ ഇതിൻ്റെ അടിയിൽ നോക്കുമ്പോൾ എല്ലാം മഞ്ഞൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഏതായാലും ആ പോലീസ് വണ്ടീൻ്റെ അവിടെ കയറ്റിയിട്ട് എന്ത് ചെയ്യുക, വണ്ടി അവിടെ പാർക്ക് ചെയ്യുക അവിടെ. അതേ കാര്യം ഏറ്റവും നല്ലത്. കാര്യം അവിടെ ഒതുങ്ങി കിടക്കുകയും ചെയ്യും. പിന്നെ ഹെൽമെറ്റിൻ്റെ മേലെ ക്യാമറയുണ്ട്. പോലീസുകാർ പ്രശ്നം ഉണ്ടാക്കൂല എന്ന് കരുതുക. ഇതുവരെ ഫൈനൊന്നും വന്നിട്ടില്ല, ഇനി അങ്ങോട്ട് വരരുതേ, അത്രേ ഉള്ളൂ. ഏതായാലും നോക്കി നോക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന്. അപ്പോൾ നോക്കാൻ മാത്രം ഇതാ കിടക്കുന്നത് കണ്ടോ, മുമ്പിൽ നല്ല രീതിക്ക് കോഴട്ട്. അങ്ങനെ കാറ്റ് നല്ല രീതിക്ക് അടിക്കുന്നുണ്ട്. സൗണ്ട് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവും വീണ് കഴിഞ്ഞാൽ ഏതായാലും ഒരു വൈഡ് ആംഗിളിലാണ് ജീപ്പ് മാത്രമേ അറിയുന്നില്ല. ചെക്ക് പോസ്റ്റോ ഓഫീസോ ഉണ്ടോ അതും അറിയില്ല. മുടി ഇങ്ങനെ കണ്ടിട്ട് നോക്കണ്ട കേട്ടോ, ലെവലാക്കാം. അത് ഇത്ര ലെവലാവുള്ളൂ. അപ്പൊ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോ കണ്ണൂരിന്റെ ആ ഒരു ഇത് പറഞ്ഞല്ലേ, ഞാൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ചുരമാണ് കയറിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ ഒരു ചുരത്തിന്റെ ഫീലിംഗ് കിട്ടുന്ന എന്തുകൊണ്ടാന്ന് അറിയില്ല. ബാക്കിൽ കണ്ടോ നല്ല രീതിയിൽ കോടയുണ്ടോ, അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിലൊക്കെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, പതിയെ ഒന്ന് മുമ്പോട്ട് പോവുക. അവിടെയാണ് അടിപൊളി. ആക്ച്വലി ആ ഗോപ്രോയിൽ ഞാൻ അവിടെ വണ്ടി നിർത്തിയപ്പോൾ നിങ്ങൾ കണ്ടായിരിക്കും. ഒന്നും കൂടി മൊബൈലിൽ അടിപൊളിയാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ബൈക്ക് കണ്ട ഇവിടെ ഉണ്ട്, ബാഗില് ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേശ്ശെ. പിന്നെ ഇവിടുന്ന് കാണുമ്പോൾ കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ കയറി വരുന്നൊരു ഫീൽ ഉണ്ടല്ലോ അല്ലെ. അതെല്ലാം അടിപൊളിയാണ് ആക്ച്വലി ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ. അവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കണ്ടോ ക്യാമറ ഉണ്ട്, നമ്മുടെ ബൈക്ക് ഇവിടെ ഉണ്ട്. ഇതെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു വളവ് തന്നെയാണ്. പിന്നെ അവിടെ ചായക്കട കണ്ടിട്ടോ. ഡെയിലി റൂട്ട് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. മനസ്സുദ്ദീനിൽ അടിപൊളിയാണ്. മേലോട്ട് പോയൊക്കെ എന്തൊക്കെ കാണുന്നു ഒന്നും അറിയില്ല. ഗോപ്രോയിലെ വീഡിയോസ് തന്നെ നിങ്ങൾ കണ്ടോളൂ, അല്ലാതെ വേറെ മാർഗ്ഗമല്ല. മൊബൈലിൽ ഞാൻ അവിടെ വെക്കുന്നുണ്ട്, മാക്സിമം വീഡിയോസും മൊബൈലിൽ ഞാൻ ഷൂട്ട് ചെയ്യാം. പിന്നെ ചെറിയ രീതിക്കുള്ള ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഫോൺ നമുക്ക് കവറിൽ കൊണ്ടുവിടാം. നിങ്ങൾ ഗോപ്രോയിലെ വീഡിയോസ് തന്നെ കണ്ടോളൂ. ഞാൻ അവിടെ കൂട്ടിട്ട് ചെയ്യാം, വീഡിയോ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നമ്മളേതായാലും വണ്ടിയുടെ ഫോഗ് ലാമ്പ് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ.
കണ്ണ് കാണാൻ പറ്റാത്ത രീതിക്കുള്ള കോടയാണ് മക്കളെ. സീരിയസ് ആയിട്ട് ഞാൻ പറയണേ, അടിപൊളി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളി എക്സ്പീരിയൻസ്. ഫ്രണ്ടിൽ വണ്ടി വരുന്നുണ്ടോ എന്നുള്ള എനിക്കറിയില്ല, റോഡ് കാണുന്നില്ല. എന്നാലും നമുക്ക് ഇങ്ങനെ പോയി നോക്കാം. ഓപ്ഷനൊക്കെ നോക്കി ഏതോ വഴി സീരിയസ് ആയിട്ട് പറയാം. ഞാൻ അടിപൊളിയായിട്ടുണ്ട്. പറയണേ ടൈം ഇപ്പോൾ ഇതാണ്ട് കണ്ടോ 5:04. 5:04 ഇതാണ്ട് ഇവിടെ കാണുന്ന വ്യൂ എന്ന് പറയണത് ഇതാ ഇതേപോലെയാണ്. കണ്ണ് കാണാൻ പറ്റാത്ത രീതിക്ക് കോട എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാൻ പറ്റാത്ത രീതിക്ക് കോട. അത് പറഞ്ഞത് അടിപൊളിയാണ് ആക്ച്വലി. നമുക്ക് മേലോട്ട് പോയി പറഞ്ഞ സ്ഥിതി അറിയണവർ പറയുമ്പോൾ നല്ല രീതിയിലുള്ള സോപ്പ് അതിൻ്റെ ഒരു പോയി നോക്കാം. ഇതിലൊക്കെ വരുന്നവർ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ടോ കാരണോ മറ്റേ കാറൊക്കെ കയറി വരുന്നുണ്ടാക്കുക. എത്രത്തോളം ഫോഗിയാണ് ക്ലൈമറ്റിന്. ഒരാളുടെ ഒപ്പില്ലാത്തതിൻ്റെ വിഷമം എനിക്കല്ലാറിയുള്ളൂ. അടിപൊളിയാണ്. പിന്നെ നമ്മളാണ് ഈ സ്ഥലം കയറിയപ്പോൾ ആക്ച്വലി നല്ല രീതിയിൽ പോകാനായിട്ടാണ് കണ്ടില്ലേ. എന്തായാലും മുമ്പത്തെ വണ്ടി വരുന്നിട്ട് അവൻ്റെ ലൈറ്റ് മാത്രമാണല്ലോ കാണുന്നത്. ബൈക്കാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അതെല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് പോകുന്നുണ്ട്. ഇങ്ങനൊക്കെ ഒരു എക്സ്പീരിയൻസ് ഈ സീസണിൽ പറ്റുകയെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എന്താ പറയുക, ലെവൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മുടെ താഴെ കണ്ട സ്കൂട്ടുകാരും ഇങ്ങനെ പോയി നോക്കി. എന്തായാലും ഫാമിലിയൊക്കെ നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സംശയം വെച്ചിട്ട് ചോര എൻ്റെ ചെയ്യാനായിരിക്കണം ഈ ഒരു ഇത് കഴിയുമ്പോൾ പോയി കഴിഞ്ഞു. എത്ര റോഡ് ചോദിച്ചായിരുന്നു പറയുമ്പോൾ വളരെ എന്താ ചെറിയ രീതിയിലുള്ള ചോരമാണ്. പിന്നെ എന്താ പുറത്തായിട്ട് നല്ല ഹെവി ആയിട്ടാണ് കുത്തിയിരിക്കുന്ന റോഡും കാര്യങ്ങളൊക്കെ. ഞാൻ പിന്നെ വല്ലാതെ നിർത്താൻ നിന്നില്ല. നമുക്ക് പെട്ടെന്ന് പോകാം. എന്തൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. ഏതായാലും ഇങ്ങനെ പോയേക്കാം. ഏതായാലും ആനിമൽസിനെ നമ്മൾ കണ്ടിട്ടില്ല. എനിക്ക് ആകെ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ വയനാട് ചുരത്തുന്നതാണ്. അതൊന്നും കാണാൻ ഇതില്ല. എന്നാലും ഒരു 10% ഞാൻ ബാലൻസ് ഇട്ടിരിക്കണം. 100 10% ഞാൻ ബാലൻസ് ഇട്ടിരിക്കണം. കാണാൻ ചാൻസ് ഉള്ളതായിട്ട്. ബാക്കി 90% ചാൻസ് ഇല്ല കേട്ടോ. ഞാൻ നാടുവാനും കൂടി പോകുമ്പോൾ ഞാൻ എന്നെ കണ്ടില്ല എന്ന് പറഞ്ഞിരുന്നു ദിവസം. പക്ഷേ എന്താ പറയുക, കുറേ കാലത്തിന് ശേഷം ഞാൻ അവിടുന്ന് ഒരു ആനനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും റൈഡിൻ്റെ വീഡിയോ ഇങ്ങനെ കണ്ടുപോയിക്കോളൂ. നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും പറയില്ല. നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്താൽ മതി. അല്ലാതെ വേറെ ഒന്നും ഇതിൽ പറയാൻ മാത്രമൊന്നുമില്ല. എന്തായാലും റൂട്ട് അടിപൊളിയാണ്. മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. റോഡിൻ്റെ കണ്ടീഷൻ മോശമാണ്. പിന്നെ കെയർഫുള്ളായിട്ട് പോകാൻ നോക്കാം. ലാൻഡ് സ്ലൈഡിന് ഭയങ്കര സാധ്യതയുള്ള ഒരു സ്ഥലമാണ് അത് എന്ന് പറയുമ്പോൾ. നമ്മൾ തന്നെ മേലോട്ട് എത്തിയിട്ടുണ്ട്. വയനാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് പോകേണ്ടതാണ് മാപ്പിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് എടുത്ത് പോയേക്കാം. രണ്ട് സൈഡിലും തേയിലത്തോട്ടാണ് കിടക്കുന്നത്. പിന്നെ മുകളിലെ മലകളിലൊക്കെ നല്ല രീതിയിൽ മഞ്ഞൊക്കെ കിടക്കുന്നതാണ്. പോകുന്ന റൂട്ട് ഏകദേശം മഴയൊക്കെ പെയ്ത് കണ്ട് കുഴപ്പമില്ലാതായിട്ടുണ്ട്. ആ ചക്കനൊക്കെ നോക്കുന്നതായിട്ടില്ല. അതിന് മാത്രമുള്ള
മലയാളിക്കാർ അത് കയറണമെന്ന് പറഞ്ഞാൽ നമ്മൾ കയറും. മലയാളീസാണ് അവിടെ ഏറ്റവും കൂടുതൽ എലം ഉണ്ടാക്കുന്നത്. കുറ്റം പറയാനും നമ്മൾ കാര്യം പറയണല്ലോ. ഇപ്പോൾ ഇവിടെ കണ്ടില്ല സൈഡിൽ നല്ല മഞ്ഞിപ്പോൾ. കാരണം എന്താ വെച്ചാൽ ഇനി അവർ നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കിയാണ്ട് നമുക്ക് അവിടെ പോകാൻ പറ്റാത്ത രീതിക്കുള്ളൊരു അവസ്ഥയ്ക്ക് നമ്മൾ തന്നെ ആക്കിയിടും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അങ്ങനെ പറയല്. കാരണം അല്ല നമ്മൾ മലയാളികൾ പറയുന്നില്ല. അപ്പോൾ എന്താ പറയുക, അധികം പയ്യന്മാരാണ്. എന്തായാലും അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് നല്ലത്. അവർ പറയുന്നതിനനുസരിച്ച് സഹകരിച്ച് നിൽക്കുക. അവർ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അവിടെ അതിന് ഇറങ്ങുന്ന ഏരിയയാണ്, അല്ലാണ്ട് അതിനിറങ്ങും പോലീസുകാർ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഏതായാലും നമുക്കിങ്ങനെ പോയി നോക്കാം. മഴ പെയ്തിട്ട് എല്ലാ ലക്ഷണങ്ങളും പറഞ്ഞിട്ടുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ ബൈക്കിൽ ഒരു സുഖം, കാല് ഫുള്ള് ചളിയറിച്ച് ആകെ അലമ്പായിട്ട് കിടക്കുന്നതാണ്. ഏതായാലും ഇങ്ങനെ പോയി നോക്കാം മുമ്പോട്ട്. പിന്നെ എന്താ വെച്ചാൽ നല്ല അടിപൊളി റോഡാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ സ്ലോ ആയിട്ടാണ് വണ്ടിയൊക്കെ പുള്ളിങ്ങനെ ചെറിയ രീതിക്ക് പണി കിട്ടിയെന്ന് നമുക്ക് കഴിഞ്ഞിട്ട് ഷോപ്പിൽ നോക്കണം. വണ്ടിയിൽ എന്താണെന്ന് അറിയില്ല. ഏതായാലും പോയി നോക്കാം. കുറേ ചെയിനിന് ഓയിൽ കൊടുത്ത് ക്ലച്ചൊക്കെ ടൈറ്റ് ആക്കി നോക്കി. അപ്പം അതൊന്നുമല്ല, വേറെ എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എന്താ അറിയില്ല. ഓടി ഏതായാലും മുമ്പോട്ട് പോകുന്നത് എന്താ പറയുക, രണ്ട് സൈഡിലും തേയിലത്തോട്ടാണ്. ആ മേലെയും തേയിലത്തോട്ടാണ്, ഈ സൈഡിലും തേയിലത്തോട്ടാണ്. കുഴപ്പമില്ല. എന്നാലും ഇങ്ങനെ പോയി കാണുന്നതിലും നല്ല രീതിക്ക് ഇതാക്കി പറയാനൊന്നുമില്ല. പിന്നെ എന്താ പറയുക, പോയി കാണിന് ഇതിന് മുമ്പിൽ ഡ്രൈവർ ഉണ്ടാകുന്ന ഏട്ടന് വീട്ടിലെത്തിയോ എത്തായിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷ. എന്തായാലും മുമ്പോട്ട് പോയത് അങ്ങനെ കാണും. അവിടെ നിന്നാണ് കുറച്ചിങ്ങോട്ട് പോന്നപ്പോൾ കുറച്ച് കിട്ടുന്ന സ്ഥലം കണ്ടിട്ട് അവിടെ ഒരു ഗ്രൗണ്ട് ആംബിയൻസിൽ ഫുള്ള് പോടാ എങ്ങനെ ഉണ്ടാവും, അടിപൊളിയല്ലേ. അപ്പോൾ നമ്മളിവിടെ വണ്ടി സൈഡാക്കി കുറച്ച് വീഡിയോസും ഫോട്ടോസ് എടുത്തിട്ട് വേണം പോകാൻ. നമ്മുടെ അല്ല വണ്ടീൻ്റെ, നമ്മുടെ ഫോട്ടോസ് എടുക്കാൻ ആരും ഇവിടെ അല്ല സ്റ്റാൻഡ് ഇട്ടേക്ക് അവിടെ താഴില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്താ വിചാരിച്ച് നിർത്തിയതാണ്, പക്ഷെ താന്നു. ഞാൻ പിന്നെ വണ്ടി എന്ത് ചെയ്തത് ബസ്സൊക്കെ പോകുന്നുണ്ട്. എടുത്ത് കൊണ്ടുപോകാൻ മതി ഒന്ന് വണ്ടി. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ എടുത്തല്ലേ ഈ വീട് ഉള്ളിലാണ്. അപ്പോൾ ഏതായാലും വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് എന്തൊക്കെ എങ്ങനെയൊക്കെ ഇവിടുത്തെ ആംബിയൻസ് എങ്ങനെ എല്ലാം നോക്കാം. ഈ ഒരു ടൗണാണ് ഈ കാണുന്നത്. ഇവിടെയും നല്ല രീതിക്ക് ഒന്ന് പോകുന്നുണ്ട്. നോക്കിയാൽ മോളുടെ വൈകുന്നേരം ഇവിടെ കിട്ടുന്നതാണ്. നമുക്ക് ആ ഗ്രൗണ്ടിൻ്റെ നോക്കിയാൽ എനിക്ക് മനസ്സിലാവും എങ്ങനെ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയി എനിക്ക് തോന്നുന്നു. കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വണ്ടിയുടെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്താണ്. ജസ്റ്റ് ഒരു വെറുതെ എടുത്താണ്. വലിയ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇല്ലാതെങ്കിൽ എനിക്ക് നല്ലപോലെ അറിയാം. വണ്ടീൻ്റെ ഫോട്ടോ പറയുമ്പോൾ ഈ ഒരു ആംഗിൾ കിട്ടിയത് ഞാൻ ഈ ഒരു ഫോട്ടോ എടുത്തിരുന്നു. ഇത് അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ളൊരു ആംഗിളാണ്. നോക്കിയാൽ വൈഡ് ആംഗിൾ എടുക്കും. നമുക്ക് ഇനി റൈഡ് കണ്ടിന്യൂ ചെയ്യണം. പോയി അങ്ങനെ എവിടെ എത്തിയെന്ന് വലിയ ഐഡിയ ഇല്ല. കുറേ ലോങ് കാണിക്കുന്നുണ്ട്. ഏതായാലും ആ കാര്യത്തിൽ ഉറപ്പായി എവിടെ എത്തുന്ന യാതൊരു ഐഡിയ ഇല്ല. നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ പോയി നോക്കാം.
ഒരു പരിധി വരെ എനിക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ചങ്ങോട്ട് അടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്യം ഉണ്ടാവില്ല. എങ്ങനെ മഴ തന്നെ പറയാനാവില്ല. ഇങ്ങനെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്കിപ്പോൾ ലക്ഷ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ വയനാട് ചുരത്തിൻ്റെ ആ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു. എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുഴപ്പമില്ല, പിന്നെ കൊടുക്കാറ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ടൈമിൽ കിട്ടും. ഇതൊക്കെ ഇതിൽ പോകുന്നത് യാതൊരു രീതിയിലേക്ക് ഫസ്റ്റ് ടൈം വരുന്ന സ്ഥലങ്ങളാണ് ഈ റോഡ് എന്നൊക്കെ പറയുമ്പോൾ. ടൗണൊക്കെ കയറി പോകുന്നത് സ്ലോ ആയിട്ട് പോയി കണ്ടാണ്. ഇവിടെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം. എന്തായാലും പോയി നോക്കാം. വണ്ടി ഒന്ന് ഒരു വർക്ക്ഷോപ്പ് പോയിട്ടുണ്ട്, ചെക്ക് ചെയ്ത് ക്ലച്ച് ടെസ്റ്റ് പോയതാണ്. അത് ഞാൻ പറഞ്ഞു ക്ലച്ച് ടെസ്റ്റ് പോകാൻ മാത്രം മഴയില്ല, വണ്ടി നല്ലതിന് കൊണ്ട് നടക്കുന്നത്. ഞാനെടുത്തിട്ട് 6 മാസമായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എന്താ പ്രശ്നം അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്കിത് മര്യാദയ്ക്ക് വർക്ക് ചെയ്ത് കഴിക്കുന്നതിനകത്ത് ഷോറൂമിൽ തന്നെ പോകണം. അതേതൊരു ഷോറൂമിലാണെങ്കിൽ എല്ലാ സർവീസും കിട്ടും. അവർക്ക് സൂപ്പർവൈസറും കാര്യങ്ങളും അവരൊക്കെ നമ്മുടെ അടുത്ത് എൻ്റെ വീട് എന്ന് പറയുമ്പോൾ മഞ്ചേരി കാളേന്ന് വണ്ടിയുടെ ഇടയിലാണ് എൻ്റെ വീട്. അപ്പോൾ നമ്മൾ ഇവിടെ എൻ്റെ അടുത്ത് മാക്സിമം എന്ത് ചെയ്യുക, ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ബെനിഫിറ്റ് വേറെ ഒന്നുമില്ല. നമുക്ക് നമ്മുടെ വണ്ടി ശരിയാക്കിയിട്ടുണ്ട്. എന്നാലും പുറത്ത് അവരൊക്കെ നെഗറ്റീവായിട്ട് പറഞ്ഞു നടക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഞാൻ ഡയറക്റ്റ് പറഞ്ഞിട്ട് അങ്ങനെ വയനാടിൽ നിന്ന് ഇറങ്ങാൻ നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. കുറേ നേരമായി ഏകദേശം 8:06 കേട്ടോ. ഗോൾസില്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ ഇടങ്ങാറുണ്ട്. മഴ അടിയിലെത്തിക്കൊണ്ട് മാപ്പിടെ പിന്നെ വീഡിയോസ് ഒക്കെ ഗോപ്പറൊക്കെ ഉണ്ട്. പതുക്കെ ഇറങ്ങാം. വലിയ ആവശ്യമില്ല, ആവശ്യമില്ല വലിയ സീൻ ഉണ്ടാവില്ല. ഓരോരുത്തരുന്നിട്ട് വരുമ്പോൾ ശ്രദ്ധിച്ചില്ല. നമ്മൾ ബിഹേവിയറായി ലെൻസൊന്നും വെള്ളത്തിൻ്റെ ചാൻസ് വളരെ കമ്മിയാണ്. അതിൽ ചെറുതായിട്ട് നമ്മൾ ഡ്രോപ്പായിട്ടാണ് വരുന്നതെങ്കിൽ ലെൻസിൻ്റെ ഇതേപോലെ വെള്ളത്തിൽ മാർക്കുണ്ടാകും. അപ്പോൾ ക്ലീൻ ചെയ്ത് നടക്കില്ല, ഒരു വൈപ്പർ വെച്ച് വിടേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്തു താഴെ
അടിപൊളി റോഡ് ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്ര നോക്കണം. എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തില്ലെങ്കിൽ വെച്ചിട്ട് ഒപ്പം കൂടി കോളി. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓക്കെ, ബൈ.